ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ മിനിപ്പേർ കൺട്രോളറിൻ്റെ എങ്ങനെയാണ് മിനിപ്പേർ പാച്ച് ചെയ്യാന്നൊക്കെ ഞാനൊരു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മിക്സറിനെ പറ്റിയൊന്ന് പരിചയപ്പെടുത്താം. മിക്സറിൽ നമുക്ക് 10 പ്ലേബാക്ക് വരുന്നുണ്ട്, അതേപോലെ 10 പാലറ്റുകൾ വരുന്നുണ്ട്, പിന്നെ ഒരു മാസ്റ്റർ വരുന്നുണ്ട്, പിന്നെ 2 പ്ലേബാക്കിൻ്റെ 2 മാസ്റ്റർ നോബ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ സ്ക്രീനുകളും കാര്യങ്ങളും വരുന്നത്. ഇവിടെയാണ് 3 സ്റ്റിക്കുകൾ വരുന്നുണ്ട്. പിന്നെ മിക്സറിൻ്റെ പുറത്തേക്ക് പോവുകയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സപ്ലൈ കൊടുക്കാനുള്ള AC കോഡ് അതിൻ്റെ സ്വിച്ച്. പിന്നെ നമുക്കിവിടെ വരുന്നത് 2 ഔട്ടാണ്, ഒരു Aയും Bയും. പിന്നെ ഇത് മിഡി തന്നെ നമുക്ക് വരുന്നത് സ്മോക്കർ വരുന്നുണ്ട്. ആ സ്മോക്കർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ. എനിക്ക് ആൾക്കാർ ചോദിക്കും ഈ സ്മോക്ക് സ്വിച്ച് എന്തിനാണ്. അപ്പോൾ ഈ മിഡി വെച്ച് വർക്ക് ചെയ്യണേ എന്താ പറയുക, നമ്മുടെ ഒരു വലിയ വലിയ കമ്പനികളുടെ സ്മോക്കർ ഉണ്ട്. അതാണ് നമുക്ക് ഈ സ്മോക്ക് സ്വിച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മിഡി ഉപയോഗിച്ച് വേണം വർക്ക് ചെയ്യാം. നമ്മളെ ഇവിടെ വരുന്ന സ്മോക്കറൊന്നും ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാക്കി വിശേഷങ്ങൾക്കും ബാക്കി ലൈറ്റ് പാച്ച് ചെയ്യാൻ പോകാം. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 4 ഓട്ടോപ്പിൻ്റെ പാർക്കാനും 2 ഫേസ് ലൈറ്റ് പാച്ച് ചെയ്യാം. നമുക്ക് ആദ്യം പറ്റില്ല. അപ്പോൾ നമ്മൾ മിക്സർ ഇപ്പോൾ നേരെ പവർ കൊടുത്തു, പവർ സപ്ലൈ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തുള്ളത് A ചാനലിലാണ്. ഈ A ചാനൽ കൊടുത്താൽ B ചാനൽ കൊടുത്താൽ എങ്ങനെയാണ് മാറ്റുന്നത് നമുക്ക് ഒരു വീഡിയോനെ അത് കാണിച്ചു തരാം എങ്ങനെയാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്തു, നമ്മൾ സപ്ലൈ കൊടുത്തു. നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് വയറിങ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പറായി ചെയ്യുക. കാരണം ഇവിടെ ഏത് വയറാണ് കട്ടായതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ വേണം നമ്മളെപ്പോഴും വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങളുടെ സപ്ലൈ കൊടുക്കണ പോലെ തന്നെ എക്സ്ട്രാ കൊടുത്ത് വയർ ചെയ്യുക. മാക്സിമം ഒരു 12-10 ലൂപ്പ് ചെയ്യാൻ നോക്കുക. അതിന് മേലെ വരുമ്പോൾ സ്പ്ലിറ്റർ ഇടാൻ മാത്രം ശ്രദ്ധിക്കുക. അത് നമുക്ക് പേഴ്സണാലിറ്റി ഇല്ലാത്തൊരു സാധനം കിട്ടിയാൽ നമ്മൾ എങ്ങനെ അത് പാച്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അത് ലാമ്പ് കത്തിക്കാൻ. ഇപ്പോൾ ഫേസ് ലൈറ്റ്, അതേപോലെ നമ്മൾ ഈ പാർക്കിനൊക്കെ ഓൾറെഡി പേഴ്സണാലിറ്റി നമ്മളുണ്ടാവും. ഇല്ലാത്തൊരു പാർക്കിങ് കിട്ടിയാൽ നമ്മൾ എങ്ങനെ അത് ഡിമ്മർ വെച്ച് കത്തിക്കുക, അല്ലെങ്കിൽ ഫേസ് ലൈറ്റ് എങ്ങനെ ഡിമ്മറിൽ കത്തിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെ പോയ ശേഷം നമുക്ക് ഷാർപ്പി, മൂവിങ് വാഷ് അതൊക്കെ നമുക്ക് എങ്ങനെയാണ് എന്താ പേഴ്സണാലിറ്റി ഇല്ലെങ്കിലും പേഴ്സണാലിറ്റി എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ക്ലാസ്സൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. മാസ്റ്റർ ബട്ടൺ 3 എണ്ണം അപ്ലൈ ചെയ്ത് വെക്കാം. മിക്സർ ഓൺ ആക്കി വെക്കാം. കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം വൈപ്പ് ചെയ്യാം. മിക്സർ വൈപ്പിക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ വൈപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സെറ്റപ്പിൽ പോയി വ്യക്തമായി കാണാം. വൈപ്പിൽ പോവുക, സെറ്റപ്പിൽ വൈപ്പ് വേണ്ട, വൈപ്പ് ഓള് കൊടുക്കുക, എൻ്റർ എടുക്കാം. നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിച്ച് സുഖമായി ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ മിക്സർ പോലെയായി ഈ കൺസോൾ. ഇപ്പോൾ പഴയ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ പഴയതൊന്നും ഉണ്ടാവില്ല. പേഴ്സണാലിറ്റികളൊക്കെ എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഡിമ്മർ പാച്ച് എങ്ങനെയാണ് പഠിക്കുക. ആദ്യം നമ്മൾ മിക്സർ എടുക്കുക, അതിൽ പാച്ച് അമർത്താം. പാച്ചിന് പെട്ടതിന് ശേഷം സ്ക്രീനിൽ ഡിമ്മർ കാണും. അപ്പോൾ ABCD ആണ് അവിടെ താഴെ കാണും. ഡിമ്മർ എന്നൊരു പിക്ചർ, പാച്ച് ഇൻഫോർമേഷൻ. അപ്പോൾ അതൊക്കെ ഇവിടെ 1 2 3 4 കാണുന്നതാണ് ABCD. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം, ഡിമ്മർ പാച്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ലൈന് A, ലൈന് B, ലൈന് Aയും Bയും മാറ്റണമെന്നുണ്ടെങ്കിൽ D. കാരണം ഇവിടെ 1 2 3 4 D അമർത്തി കഴിഞ്ഞാൽ ലൈൻ B നമുക്ക് ഈ 512 ചാനൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇത് വേണമെങ്കിൽ Bയിൽ പോയിട്ട് അത് അടുത്ത നമ്മളെ സാധനങ്ങൾ എണ്ണം കൂടുന്നതനുസരിച്ച് അടുത്ത വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ടിമ്മർ പാച്ച് ചെയ്യാം. ടിമ്മർ ഇപ്പോൾ 1 ആണ് നമുക്ക് കൊടുത്തുള്ളത്. നമ്മൾ ഫേസ് ലൈറ്റ് കൊടുത്തുള്ളത് 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 1 തൊട്ട് 10 വരെ ഈ പിക്ചറിൽ സേവ് ചെയ്ത് നോക്കാം. 1 2 അതനുസരിച്ചിട്ട് മാറും. 3 4 5 6 7 8 9 9 എണ്ണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് സേവ് ആയിട്ടുണ്ട്.